കുട്ടികൾ തെറ്റ് ചെയ്താൽ അധ്യാപകർക്ക് അവരെ തിരുത്താനുള്ള അവകാശമുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് അവരുടെ കുഞ്ഞു മനസ്സിൽ വലിയ നൊമ്പരമുണ്ടാക്കാം. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ അർജുൻ ആത്മഹത്യ ചെയ്തത് ടീച്ചർ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലാണ്. ക്ലാസ് ടീച്ചറുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. സംഭവത്തിൽ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. ക്ലാസ് ടീച്ചർ ആശ, പ്രധാന അധ്യാപിക ലിസി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തത്. അതേസമയം കുട്ടിക്ക് വീട്ടിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നതായി സ്കൂൾ അധികൃതരും പറയുന്നു. കേസിൽ വിശദമായ അന്വേഷണം നടത്താനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. രാവിലെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലാസ്സിൽ കയറില്ലെന്ന് വ്യക്തമാക്കി KSU നേതൃത്വത്തിലായിരുന്നു സമരം. കഴിഞ്ഞ ദിവസമാണ് പല്ലൻ ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം രംഗത്ത് വന്നു. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികളയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിലടയ്ക്കുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. സഹപാഠികളും ഇതേ ആരോപണം ഉന്നയിച്ചു. അത് ഈ ടീച്ചർ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. ഇതിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് കൂടെയുള്ള റിലേഷൻഷിപ്പ് കാരണം ഈ ടീച്ചർ കണ്ടുപിടിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു കുറേ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. ഈ ഇങ്ങനെയാണ് TC വാങ്ങിയിട്ട് പോകും, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നില്ല. ആ ടീച്ചർ പറഞ്ഞു മതിയായി. ഇവൻ സൂയിസൈഡ് ചെയ്യുന്ന ഒരു വട്ടം അപ്ലൈ പറഞ്ഞതാണ് റിലേഷൻഷിപ്പ് സമയത്ത്. പക്ഷേ ആദ്യം ചെയ്തില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തെറി വിളിച്ചൊരു കളി ഉണ്ടായിരുന്നു. ആ കളിയുടെ സമയത്ത് ടീച്ചർ ഇതേമാതിരി എന്തൊക്കെ പറഞ്ഞിരുന്നു. ടീച്ചർ പറഞ്ഞു ലാസ്റ്റ് 20,000-50,000 രൂപ അടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ 1 വർഷം 2 വർഷം ജയിലിൽ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നെ കൊണ്ടാവാൻ അവസരം ഞാൻ മരിക്കും ചിലപ്പോ പറഞ്ഞു. ആ ടീച്ചറാണ് അതിന് ഉത്തരവാദിത്യം പറഞ്ഞു. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശ ടീച്ചർ. അതേസമയം അർജുനന് വീട്ടുകാരിൽ നിന്ന് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ ആരോപണം. വിദ്യാർത്ഥികൾ സമരം കടുപ്പിച്ചതോടെ ക്ലാസ് ടീച്ചർ ആശയെയും പ്രധാന അധ്യാപിക ലിസിയെയും അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ആരിതിൽ കുറ്റക്കാരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടികളെടുത്ത് മുമ്പോട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പായി നിങ്ങൾക്ക് വാക്ക് തരികയാണ്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ ആദ്യം ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ പോയത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ ആരാണോ കുറ്റക്കാരെന്ന് നമുക്ക് നിയമപരമായി തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടികളുമായി മാനേജ്മെന്റ് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നാണ്. സംഭവത്തിൽ കുഴൽമന്ദം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് തല അന്വേഷണത്തിനും നിർദ്ദേശം നൽകി. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചു. പാലക്കാട്.